ICC T20 ലോകകപ്പിന് ഇനി വെറും 3 മാസം മാത്രമേയുള്ളൂ. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസും അമേരിക്കയുമാണ് ലോകകപ്പിന് വേദിയാവുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നതും USA-യിലാണ്. സ്റ്റേഡിയം നിറഞ്ഞു കവിയുമെന്നാണ് പൊതുവെയുള്ള കണക്കുകൂട്ടൽ. ഓസ്ട്രേലിയയിൽ നടന്ന കഴിഞ്ഞ T20 ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനും സ്റ്റേഡിയം നിറഞ്ഞിരുന്നു. എന്നാൽ ടിക്കറ്റ് നിരക്കാണ് ആരാധകരെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നം. USA ടുഡേയിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ 2 മത്സരങ്ങൾക്കുള്ള ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റുതീർന്നെന്നാണ് പുറത്തുവരുന്ന വാർത്ത. ആദ്യ മത്സരം ജൂൺ 9-ന് പാകിസ്ഥാനെതിരെ ന്യൂയോർക്കിലും മറ്റൊന്ന് കാനഡയ്ക്കെതിരെ ജൂൺ 15-ന് ഫ്ലോറിഡയിലുമാണ്. ഈ മത്സരങ്ങൾക്കുള്ള ടിക്കറ്റുകളെല്ലാം വിറ്റുതീർന്നു. എന്നാൽ ഇപ്പോഴും യഥാർത്ഥ ടിക്കറ്റ് വിലയുടെ ഇരട്ടി നൽകിയാൽ സീറ്റുകൾ ലഭിക്കും. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ 1.86 കോടി രൂപ വരെയാണ് വിലയെന്ന് പുറത്തുവരുന്ന വാർത്തകൾ. ആദ്യഘട്ടത്തിൽ ടിക്കറ്റ് വിൽപ്പന നൽകുന്ന ICC വെബ്സൈറ്റ് ലിങ്ക് അനുസരിച്ച് ഒരു ടിക്കറ്റിൻ്റെ ഏറ്റവും കുറഞ്ഞ വില 497 രൂപയായിരുന്നു. ഉയർന്ന തുക നികുതി കൂടാതെ 33,148 രൂപയും. നിർദ്ദിഷ്ട നികുതികൾക്കപ്പുറം അധിക ഫീസ് ചുമത്തില്ലെന്നുള്ള വാർത്തയുണ്ടായിരുന്നു. മറ്റൊന്ന്, ഓസ്ട്രേലിയക്കെതിരായ T20 പരമ്പരയ്ക്കിടെ ഡെവോൺ കോൺവേയ്ക്ക് പരിക്കേറ്റിരുന്നു. ഇതോടെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആദ്യഘട്ടത്തിൽ കോൺവേയ്ക്ക് കളിക്കാനാകില്ല. ഫെബ്രുവരി 23-ന് ഓസ്ട്രേലിയക്കെതിരെ നടന്ന രണ്ടാമത്തെ T20 മത്സരത്തിനിടെയായിരുന്നു 32-കാരനായ താരത്തിന് പരിക്ക് പറ്റിയത്. കൈവിരലിൽ ചെറിയ പരിക്കുള്ള താരത്തിന് സർജറി ആവശ്യമായി വരുമെന്നാണ് അറിയുന്നത്. 8 ആഴ്ച കാലത്തോളം താരത്തിന് വിശ്രമം ആവശ്യമുള്ളതായി ന്യൂസിലാൻഡ് ഹെഡ് കോച്ച് ഗാരി സ്റ്റെഡ് അറിയിച്ചു. 2022-ലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് താരലേലത്തിൽ 1 കോടി രൂപയ്ക്കാണ് ചെന്നൈ ഡെവോൺ കോൺവേയെ സ്വന്തമാക്കിയത്. 23 IPL മത്സരങ്ങളിൽ നിന്നായി 46.12 ശരാശരിയിൽ 924 റൺസ് കോൺവേ ഇതിനകം നേടിയിട്ടുണ്ട്. മാർച്ച് 22 മുതൽ ആരംഭിക്കുന്ന IPL 2024 സീസണിൽ കോൺവേയ്ക്ക് പകരം ന്യൂസിലാൻഡ് യുവതാരമായ രാച്ചിൻ രവീന്ദ്രയാകും ഇതോടെ CSKയ്ക്കായി ഓപ്പൺ ചെയ്യുക. ഋതുരാജ് ആയിരിക്കും രാച്ചിൻ്റെ ഓപ്പണിംഗ് പങ്കാളി.